ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രത്തലവൻ അയച്ച അതീവ രഹസ്യമായ സ്വകാര്യ സന്ദേശം പരസ്യപ്പെടുത്തിയാലോ? അതും ലോകം ഉറ്റുനോക്കുന്ന ഡാവോസ് ഉച്ചകോടിക്കിടയിൽ. അതെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ അക്ഷരാർത്ഥത്തിൽ ചതിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില കുസൃതികളാണ്. ഇറാൻ സിറിയ വിഷയങ്ങളിൽ നമ്മൾ ഒന്നാണെന്നും എന്നാൽ ഗ്രീൻലാൻഡിൽ ട്രംപ് കാണിക്കുന്ന എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും മാക്രോൺ അയച്ച പേഴ്സണൽ മെസ്സേജാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ വഴി പുറത്തുവിട്ടത്. തന്നെ സ്വാധീനിക്കാൻ മാക്രോൺ ശ്രമിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനായിരുന്നു ട്രംപിന്റെ ഈ ഒരു നീക്കം. എന്നാൽ സംഗതി പാളി. ഡാവോസിൽ വെച്ച് ഇതിനെ ചുട്ട മറുപടിയാണ് മാക്രോൺ നൽകിയത്. ട്രംപിന്റെ പേര് പറയാതെ തന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നയം നടപ്പിലാക്കാൻ നോക്കിയാൽ ലോകം അരാജകത്വത്തിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ഫ്രഞ്ച് വൈനിന് 200% നികുതി ചുമത്തുമെന്നും ട്രംപിന്റെ ഭീഷണിക്കുള്ള അത്തരത്തിലുള്ള ട്രംപിന്റെ ഭീഷണിക്കൊക്കെ മാക്രോൺ പുല്ലുവിലയാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ ഈ തർക്കത്തിന് പിന്നിലെ പ്രധാന കാരണം ഗ്രീൻലാൻഡ് തന്നെയാണ്. ഡെൻമാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രീൻലാൻഡ് ദ്വീപിനെ വരുതിയിലാക്കാൻ അമേരിക്ക നല്ല രീതിയിൽ പണിപ്പെടുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡ് തലസ്ഥാനമായിട്ടുള്ള ന്യൂക്കിൽ ഫ്രഞ്ച് സൈനികരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നാണ് മാക്രോണിന്റെ പ്രഖ്യാപനം. ഭീഷണിപ്പെടുത്തുന്നവരെക്കാൾ ബഹുമാനത്തെയും ക്രൂരതയേക്കാൾ നിയമവാഴ്ചയും ഒക്കെയാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് മാക്രോൺ തുറന്നടിച്ചു. 2026 ഫ്രഞ്ച് സൈന്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനിടയിൽ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യവും കൂടിയുണ്ട്. തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തരാത്തത് കൊണ്ട് ഇനി സമാധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ തനിക്ക് താല്പര്യമില്ല, ബാധ്യതയില്ല എന്നൊക്കെയാണ് ട്രംപ് നോർവീജിയൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള വാശിയിലാണ് അദ്ദേഹം. എന്നാൽ ഡാവോസിൽ വെച്ച് ട്രംപിനെ കാണാനോ സംസാരിക്കാനോ തനിക്ക് പ്ലാനില്ല എന്ന് മാക്രോൺ തീർത്തു പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള ഈ പോര് മറ്റൊരു വ്യാപാര യുദ്ധത്തിലേക്കും നയതന്ത്ര പ്രതിസന്ധിയിലേക്കുമാണ് ലോകത്തെ നയിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ യൂറോപ്പ് മുട്ടുമടക്കില്ല എന്ന് ഉറപ്പായതോടെ കളി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.